ഓൾറെഡി നേരത്തെ പറഞ്ഞു ചന്ദനമരങ്ങൾ അല്ലെ. ഇത് 1400 ഏക്കർ സ്ഥലത്ത്, ആ 1400 ഏക്കർ സ്ഥലത്ത് ചന്ദന കൃഷി നടപ്പിലാക്കാനുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ 2023 വയനാട്ടിലേക്ക് വണ്ടി കയറിയത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ 5 സെന്റ് ഭൂമിയാക്കി 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പ്രൊജക്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും 25 ലക്ഷം രൂപ കൊടുത്താൽ ഈ 5 സെന്റ് ഭൂമി നിങ്ങളുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് തരുന്നു. ഓക്കെ, 25 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുക്കാം, ഇല്ലെങ്കിൽ 20,000 രൂപ വെച്ച് EMI പലിശയില്ലാതെ കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാം. ക്ലിയർ ആയോ? അപ്പൊ എന്റെ ചോദ്യം, ഇന്ന് കേരളത്തില്, ഇന്ത്യയിൽ ആദ്യമായി ഭൂമി പലിശയില്ലാതെ തവണ വ്യവസ്ഥയിൽ കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയിട്ടാണ് ആര്? ജസ്മീർ ഇന്റർനാഷണൽ. ഓക്കെ, അപ്പൊ 5 സെന്റ് ഭൂമി നമുക്കില്ല, കാരണം നമ്മുടെ 25 ലക്ഷം രൂപ ഒരുമിച്ച് എടുക്കാനില്ല. എന്ത് ചെയ്തോ? ഇന്ന് മുതൽ 20,000 വെച്ച് മാസം അടച്ചോ. അപ്പോ എന്ത് കിട്ടും നമുക്ക് നോക്കാം. ഇനി ഇത് കിട്ടുന്ന വരുമാനം രണ്ടാണ്. ഒന്ന് സോഴ്സ് ഓഫ് ഇൻകം, രണ്ടെണ്ണം. ഒന്ന് കൾട്ടിവേഷൻ ഇൻകം, 2 ലാൻഡ് അപ്രീസിയേഷൻ. ഈ ഒരു 5 സെന്റ് ഭൂമി നിങ്ങൾ വാങ്ങിയാൽ കിട്ടുന്ന 2 വരുമാനങ്ങൾ: ഒന്ന് കൃഷി, 2 ഭൂമി മറിച്ചു വിൽക്കാം. അപ്പൊ എങ്ങനെയാണ് കൃഷി എന്നുള്ള വരുമാനം നോക്കാം. അതായത് ഇത് സാൻഡൽവുഡിന്റെ ഒരു വില നിലവാര പട്ടികയാണ്. 1980 1 കിലോ സാൻഡൽവുഡിന് കിലോയ്ക്ക് 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത് ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന തുക 800 രൂപയായിരുന്നു. അപ്പൊ ടോട്ടല് 20 മരമാണ് നമ്മൾ മരത്തിന്, അല്ല, നമ്മൾ 5 സെന്റ് ഭൂമി നടന്നത്. അപ്പൊ കിട്ടുന്ന ടോട്ടൽ തുക എത്രയായിരുന്നു? 16,000 രൂപ. എത്ര കൊല്ലം മുമ്പാ? 1980. ഇത് 2023 വന്നപ്പോ 20 രൂപയിൽ നിന്ന് 20,000 രൂപയായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. എത്ര മടങ്ങാ? 20 നിന്ന് 20,000, 1000 മടങ്ങ് ഗ്രോത്ത് ആണ് സാൻഡൽവുഡിൽ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ പ്ലാനില് 20 മരങ്ങളുണ്ട്. ഒരു മരത്തിന്റെ എമൗണ്ട് 8 ലക്ഷം രൂപയായിട്ട് മാറി. അപ്പൊ 20 മരത്തിന് ഇന്ന് കിട്ടിക്കൊണ്ട തുക 1,60,00,000 രൂപ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇത് പുറത്തേക്ക് വിൽക്കാൻ പാടില്ല, ഗവൺമെന്റ് തന്നെ മുറിച്ചു കൊടുത്തോളണം. എന്തുകൊണ്ടായിരിക്കും പുറത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും സുലേടാ? എന്തുകൊണ്ടാണ് സാൻഡൽവുഡ് പുറത്തേക്ക് വിൽക്കാൻ പാടില്ല, ഗവൺമെന്റ് തന്നെ വിറ്റോളണം, കൊടുത്തോളണം? പുറത്തേക്ക് വിറ്റാൽ ഒഫൻസാണ്. എന്തായിരിക്കും കാരണം? ചന്ദനം കഞ്ചാവ് പോലത്തെ മരായതുകൊണ്ടാണോ? അല്ല, കഞ്ചാവല്ല ചന്ദനം. പല ഔഷധങ്ങൾക്കും ക്യാൻസർ പോലും ട്രീറ്റ്മെന്റ് പോലും ഉപയോഗിക്കുന്ന ഒന്നാണ് ചന്ദനം. എന്തുകൊണ്ട് പുറത്തേക്ക് വിൽക്കാൻ പാടില്ല? അതായത് ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ 2000 ടണ്ണ് ചന്ദനത്തിന്റെ റിക്വയർമെന്റ് ഉണ്ട്. മൈസൂർ സാൻഡൽ സോപ്പ് കേട്ടിട്ടുണ്ടോ? അല്ലെ? അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് എന്ത് വേണം? സാൻഡൽവുഡ് വേണം. പക്ഷേ ഇന്ത്യയില് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 100 ടണ്ണാണ്. അപ്പൊ എത്ര ഷോർട്ടേജ് ഉണ്ട്? ഒരു വർഷം 2000 ടണ്ണ് വേണം. എത്ര ഉള്ളൂ? 100. എത്ര ഷോർട്ടേജ്? 1900 ടണ്ണ് കുറവുണ്ട്. അത് നിങ്ങൾ പുറത്തേക്ക് ബ്ലാക്കിന് കൊടുത്താൽ 5 ഇരട്ടി പൈസ കിട്ടും ബ്ലാക്കിൽ കൊടുത്താൽ. കാരണം 1 കിലോ സാൻഡൽവുഡ് ഓയിലിന് ഇന്ത്യയിലെ റേറ്റ് 5 ലക്ഷം രൂപ. 1 കിലോ സാൻഡൽവുഡ് ഓയിൽ ദുബായ് റേറ്റ് 25 ലക്ഷം. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് വീരപ്പന്റെ പിൻഗാമികൾ ചെയ്യുന്നത്. ഇത് മുറിച്ചുകൊണ്ട് പോയിട്ട് ബ്ലാക്കിന് വിൽക്കും. ബ്ലാക്കിന് വിൽക്കും. എന്താ വെച്ചാ ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എന്ത് പറ്റില്ല? ഇന്ത്യക്കാർ ഇപ്പൊ ചന്ദനം 2000 ടണ്ണ് വാങ്ങിക്കുന്നുണ്ട്. എവിടെ നിന്നറിയോ? 100 ടണ്ണ് വേണം, അല്ല, 2000 ടണ്ണ് വേണം. 100 ടണ്ണേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി വാങ്ങുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയ ഇത് വിൽക്കുന്നത് എന്നും പറഞ്ഞാണെന്നറിയോ? ഇന്ത്യൻ സാൻഡൽവുഡ്. അതായത് ഈ ചന്ദനം, സത്യം ചേട്ടാ, ആര് മരാന്നറിയോ? ഏത് രാജ്യക്കാരനെന്നറിയോ? നമ്മുടെ ഇന്ത്യയുടെ, കേരളത്തിന്റെ മറയൂരിന്റെ സ്വന്തം വൃക്ഷമാണ് ചന്ദനം. ഇത് ഇന്ന് 57,000 ചന്ദന മരങ്ങളാണ് മറയൂരിലുള്ളത്. ഇതിന്റെ സീഡ് കൊണ്ടുപോയിട്ട് ഓസ്ട്രേലിയക്കാര് അവിടെ നട്ടു വളർത്തി പരിപാലിച്ച് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. എന്താ കാരണം?
ഇന്ത്യയിൽ ചങ്കൂറ്റമുള്ള ആളുകളില്ല. ക്ലിയർ ആയോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ ചന്ദനം? നമ്മ ചെയ്തില്ല. അവരെന്ത് ചെയ്തു? ഇതിനെ വലിയ ഒരവസരമായിട്ട് കരുതി. മോളെ വായ പതുക്കെ തുറക്കും, വല്ല പ്രാണിക്കാർക്ക് പത്തുപോലെ. നിങ്ങളോട് പറഞ്ഞ അവിടെ കൃഷി നമുക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മുടെ പൈസ ആര് കൊണ്ടുപോവാം? അവര് കൊണ്ടുപോവാം, അല്ലേ? ഇപ്പൊ പ്രധാനമന്ത്രി സ്വർണം വാങ്ങിയിരുന്നു പോലെ. എന്തുകൊണ്ടാ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സ്വർണം വാങ്ങിയിരുന്നു പറഞ്ഞു? അറിയില്ല, എനിക്കറിയില്ല. മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ആണോ? എന്താ കാരണം? അതായത് ഇവിടെ പ്രതിവർഷം ഇന്ത്യക്കാർ വാങ്ങുന്ന സ്വർണം 80 ടൺ. ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന സ്വർണം 2 ടൺ. ബാക്കി എവിടെ നിന്നാ? വിദേശത്ത്. അപ്പൊ നമ്മൾ സ്വർണം മേടിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പൈസയെല്ലാം അങ്ങോട്ടേക്ക് പോവാ. അപ്പൊ വീണ്ടും ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമായിട്ട് മാറുന്നേ. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് നിങ്ങൾ സ്വർണം വാങ്ങല്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ പൈസ ഇവിടെ തന്നെ വേണം കരുതി ഇത് 1400 ഏക്കറിൽ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സാൻഡൽവുഡ് ഇൻ കേരള നടിച്ചാൽ 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഒന്ന് മറയൂരിലും, 2 വയനാട് ജസ്പേഡിന്റെ സാൻഡൽവുഡ് പ്ലാന്റ്. ഈ 2 സ്ഥലത്ത് മാത്രമേ ഇതുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇനി മനസ്സിലാക്കേണ്ട പ്രത്യേകത, 2036 കൂടി ഗവൺമെന്റ് അസംഷൻ 1 കിലോയ്ക്ക് 1 ലക്ഷം രൂപയായിട്ട് മാറുന്ന പറയണം. അങ്ങനെ വരുമ്പോ ഒരു മരത്തിന് 25 ലക്ഷം രൂപ വെച്ച് 5 കോടി രൂപ വരെ ഈ ഒരു 5 സെന്റ് ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നുള്ളതാണ്. ക്ലിയർ ആയോ? എങ്കിൽ 5 കോടി കിട്ടാൻ 10 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ കിട്ടാൻ എന്ത് ചെയ്യണം? സത്യചേട്ടാ, എന്ത് ചെയ്യണം? 5 സെന്റ് ഭൂമി വാങ്ങിക്കണമെന്നേ. വാങ്ങിക്കാൻ എന്ത് വേണം? 25 ലക്ഷം രൂപ കയ്യിൽ. 25 ലക്ഷം കയ്യില്ലെങ്കിലോ? റെഡി ക്യാഷ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? മാസം 20,000 രൂപ അടച്ചാലും മതി, നിങ്ങൾക്ക് സമ്പന്നനാകാം. അപ്പൊ സമ്പന്ന ഒന്നാമത്തെ വഴിയാണ് 5 സെന്റ് ഭൂമി വയനാട്ടിൽ പോയി വാങ്ങിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഇതും കരുതി നിങ്ങൾ ആരും നിങ്ങളെ വീട്ടിൽ പോയി ചന്ദനം നടണ്ട. കാരണം ഇതെല്ലായിടത്തും വളരില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ പൊക്കം വേണം, നല്ല തണുപ്പ് വേണം, നല്ല ചൂടും വേണം. മാത്രമല്ല ഇത് വെച്ചാലും വീരപ്പന്റെ പിൻഗാമികൾ വന്ന് കട്ടുകൊണ്ട് പോകും. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു? ഇതിന് ആരും കട്ടുകൊണ്ട് പോവാതിരിക്കാനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ്, സെക്യൂരിറ്റി ഗാർഡ്സ്, സെക്യൂരിറ്റി ഡോഗ്സ്, അങ്ങനെയുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കൂടിയിട്ടാണ് ഇത് ഞങ്ങള് നട്ട് പരിപാലിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇതാരും മോഷ്ടിച്ചുകൊണ്ട് പോവില്ല. ക്ലിയർ ആയോ? ഇനി ഇതിനെ വളർത്തണമെങ്കിൽ ചന്ദനം ഒരു അർദ്ധപരാർത്ഥ സസ്യവും നമുക്ക് വളർത്താൻ പറ്റില്ല. അതിന് എക്സ്പെർട്ടുള്ള കൃഷിക്കാരെ വെച്ചിട്ടുണ്ട്. അതിനും നിങ്ങൾ മെനക്കെടേണ്ടതില്ല. ക്ലിയർ ആയോ? പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഇതെല്ലാം കമ്പനി ചെയ്തുതരും. പക്ഷേ 15 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണോ ആ പൈസ ട്രഷറിയിൽ നിന്ന് ഇതിന്റെ പ്രോപ്പർട്ടി ഓണർക്ക് കിട്ടും. ഇപ്പൊ സത്യം ചെയ്യേണ്ട ഭൂമിയിൽ 5 കോടി കിട്ടി, ഇത് ട്രഷറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഓക്കെ. പക്ഷേ കിട്ടുന്ന സമയത്ത് ഇതെല്ലാം സെറ്റാക്കി തന്നതിന് കമ്പനിക്ക് 5% തരേണ്ടതുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ എത്ര തരണം? 5 കോടി കിട്ടുമ്പോ എത്ര തരണം? 5%, 25 ലക്ഷം രൂപ. അപ്പൊ കമ്പനിയുടെ ലക്ഷ്യം 28,000 പ്ലോട്ടുകൾ 2030 വിറ്റ് തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ കമ്പനിക്ക് എത്ര കിട്ടും? 25 25 ലക്ഷം, 7,000 കോടി രൂപ. ഇവിടെ നിന്നും സംസാരിക്കുന്നത് മനസ്സിലായോ? 7,000 കോടി ഉണ്ടാക്കാൻ വേറൊരു പണി അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? കോട്ട് സ്കൂട്ടറിന്റെ കാലത്ത് വന്നിരിക്കണം ഞാൻ 7,000 കോടി അല്ലെ? അപ്പോ ഒരു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂമി കച്ചവടമാണ്. പക്ഷെ ഈ ഭൂമി വിൽക്കുമ്പോ അതിൽ നിങ്ങളെ കോടീശ്വരന്മാരാക്കിയിട്ടാണ് ഞാനും പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഒറ്റ പണിയുള്ളൂ, ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. ഞാൻ നിങ്ങളെ പൈസ ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് ഞാനും പൈസ ഉണ്ടാക്കുന്നു. തെറ്റാണോ ചേട്ടാ? തെറ്റാണോ അത്? ഇല്ലല്ലോ. ഇനി സത്യം ചേട്ടാ കിട്ടില്ല തരണ്ട, പക്ഷെ കമ്പനിക്ക് വേണം. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? ഒരാൾക്കും അല്ലെ കാക്കയ്ക്ക് പൂച്ച കൊടുക്കാതെ നിങ്ങളുടെ സ്ഥലത്ത് ചന്ദനത്തെ വളർത്തേണ്ടത് ആരുത്തരവായിട്ടാ? കമ്പനിയുടെ ഉത്തരവായിട്ടാണ് അല്ലെ? 7,000 കോടി എവിടെ പോയി കിട്ടാനാന്നേ അല്ലെ? പക്ഷെ ഇവിടെ ഒരു വിരോധാഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കൊല്ലം കാത്തിരിക്കണ്ടേ അല്ലെ? ഇനി 15 കൊല്ലം കാത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ടാണ് നമ്മുടെ